ഏവർക്കും സന്ധ്യാ നമസ്കാരം. എയിമ ന്യൂസ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ശശികല ശങ്കരനാരായണൻ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിൽ 20 സംസ്ഥാനങ്ങളിലായി നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക എന്ന എയിമയുടെ ദേശസ്നേഹ പ്രവർത്തനങ്ങൾ. എയിമ യുവജന വിഭാഗം ഒന്നായി ഉയരുക. സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. എയിമ തെലങ്കാന ഘടകം പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പി.വി.കെ. രാമന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി. എയിമ ഒഡീഷ യുവജന വനിതാ വിഭാഗം ജീവൻ രക്ഷാ രക്തദാന ക്യാമ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുക എയിമയുടെ സംരംഭം. ജാർഖണ്ഡ്, കർണാടക, കേരള യൂണിറ്റുകൾ കൈകോർത്തു. എയിമ പശ്ചിമ ബംഗാൾ വനിതാ വിഭാഗത്തിന്റെ കർക്കിടക കഞ്ഞിമേള ആരോഗ്യവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിച്ചു. എയിമ ഗോവയുടെ മയക്കുമരുന്ന് വിരുദ്ധ കാമ്പയിൻ. ലഹരിവസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെ ശക്തമായ നിലപാട്. വയനാട്ടിന് ഐക്യദാർഢ്യവും പിന്തുണയും. എയിമ പശ്ചിമ ബംഗാൾ ഘടകം ദീപങ്ങൾ കൊളുത്തി. പത്നി മലയാള സമാജം വൃക്ഷത്തൈ നടീൽ യജ്ഞം. പരിസ്ഥിതി അവബോധം വളർത്തി. എയിമ ഗോവ യൂണിറ്റ് വനിതാ വിഭാഗം മീറ്റിംഗ് നടത്തി. വാർത്തകൾ തുടരുന്നു. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക 20 സംസ്ഥാനങ്ങളിലുടനീളം ദേശസ്നേഹം പ്രചരിപ്പിച്ചു. ആന്ധ്രാപ്രദേശ് മുതൽ പശ്ചിമ ബംഗാൾ വരെ എയിമയുടെ ദേശീയ സംരംഭം ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഐക്യത്തിന്റെ നിറങ്ങൾ ആഘോഷിച്ചു. ഊർജ്ജസ്വലമായ പരിപാടികളും സമൂഹ പങ്കാളിത്തവും ദേശീയ അഭിമാനത്തിന്റെ സത്ത ഉയർത്തിക്കാട്ടി. കൂടുതൽ വാർത്തകളിലേക്ക്. ഓഗസ്റ്റ് 15-ന് എയിമ അരുണാചൽ പ്രദേശ് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക എന്ന ആശയത്തോടെയുള്ള സ്വാതന്ത്ര്യദിന പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചു. പ്രശസ്ത ആർട്ടിസ്റ്റ് ശ്രീ അയാൽ പാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടി വൈബ്രന്റ് ഷേഡുകൾ യുണൈറ്റഡ് ഹാർട്സ് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകാം എന്ന പ്രമേയത്തിൽ നടന്നു. രാഷ്ട്രത്തിന്റെ ഏകത്വവും നാനാത്വവും പ്രകീർത്തിച്ചുകൊണ്ട് കലാകാരന്മാരും കുട്ടികളും ചേർന്ന് മനോഹരമായ കലാസൃഷ്ടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. NGC അംഗങ്ങളായ രവീന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ഈശോ എം ചെറിയാൻ, സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ ജി, സെക്രട്ടറി ഹരീഷ് AR, ട്രഷറർ KB സതീശൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആസാം സ്റ്റേറ്റ് യൂണിറ്റ് ഗുവാഹട്ടിയിൽ കളർ അവർ നേഷൻ എന്ന പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചു. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയത്തിലുള്ള ഈ ആഘോഷം രാജ്യത്തിന്റെ സമന്വിത കാഴ്ചപ്പാടുകളുടെയും സംസ്കാരങ്ങളുടെയും മികവ് വിളിച്ചോതുന്നതായിരുന്നു. പരിപാടിയുടെ ഭാഗമായി പ്രാദേശിക കലാകാരന്മാർ, വിദ്യാർത്ഥികൾ അവരുടെ പ്രതിഭയും സൃഷ്ടിജന്യശേഷിയും അവതരിപ്പിച്ചു. ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന രചനകൾ ഓരോരുത്തരും ചേർന്ന് സൃഷ്ടിച്ചു. ഒറ്റ ഒരേ നിറമല്ല, പകർത്തിവരക്കുന്ന ഓരോ ചിത്രവും ഓരോ കോണിലും വൈവിധ്യത്തിന്റെ പ്രതീകമായും നിറഞ്ഞുനിന്നു. ഈ പരിപാടി ഗുവാഹട്ടിയിലെ കലാപ്രേമികളുടെയും വിദ്യാർത്ഥികളുടെയും ആവേശവും ഉൾപ്പെടുത്തി കലയുടെ പുത്തൻ വഴികളിലൂടെ ഇന്ത്യൻ ഐക്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. എയിമ ബിഹാർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസ് തോമസിന്റെയും സെക്രട്ടറി ശ്രീ അജിത് കെയുടെയും നേതൃത്വത്തിൽ കളർ അവർ നേഷൻ എന്ന പരിപാടി ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വളരെ ആവേശത്തോടെ ആഘോഷിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം പരിപാടിയിൽ കണ്ടു. കൂടാതെ തദ്ദേശീയരായ നിരവധി സഹോദരങ്ങളും തങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കുചേർന്നു. ജിലേബിയും മറ്റു പലഹാരങ്ങളും എല്ലാവർക്കും വിതരണം ചെയ്തു. നമ്മുടെ കുട്ടികൾ അവരുടെ സ്കൂൾ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത ശേഷം അവരുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ പരിപാടികളിൽ പങ്കാളികളായി അതിന്റെ വിജയത്തിന് സംഭാവന നൽകി. രാജ്യസ്നേഹം വളർത്തിയെടുക്കുന്നതിലും പ്രത്യേകിച്ച് യുവതലമുറയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തരവാദിത്തപരമായ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇത്തരം സംഭവങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം ആഘോഷിച്ച് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഛത്തീസ്ഗഡ് കാലാവസ്ഥയുടെ വെല്ലുവിളികളെ മറികടന്ന് ബിലായിയിലെ മൈത്രി വിദ്യാനികേതനിൽ കളർ അവർ നേഷൻ എന്ന പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചു. ദേശീയ അവാർഡ് ജേതാവായ പ്രശസ്ത കലാകാരൻ ശ്രീ അഭിഷേക് ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കലയുടെ അതുല്യ സൃഷ്ടിയൊരുക്കി രാജ്യത്തിന്റെ ഐക്യവും വൈവിധ്യവും പ്രതിനിധീകരിച്ചു. എയിമ ഛത്തീസ്ഗഡ് സംസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് വിനോദ് പിള്ള, സെക്രട്ടറി എബ്രഹാം ജോർജ്, ജോയിന്റ് സെക്രട്ടറിമാരായ ജയമോഹൻ കെ, സജിത്ത് നായർ, NGC അംഗം സജീവ് S എന്നിവരുടെ നേതൃത്വത്തിൽ പരിപാടി വിജയകരമായി നടന്നു. മൈത്രി വിദ്യാനികേതൻ ഡയറക്ടർമാരായ ശ്രീ സജീവ്, ശ്രീ സാജൻ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. കലാപരമായ വിവിധ സൃഷ്ടികളിലൂടെ വിദ്യാർത്ഥികളും കലാകാരന്മാരും അവരുടെ സർഗാത്മകതയും രാഷ്ട്രത്തോടുള്ള സ്നേഹവും പ്രകടിപ്പിച്ചു. എയിമ ഡൽഹി സംസ്ഥാന യൂണിറ്റ് യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹി മലയാളി അസോസിയേഷന്റെ പിന്തുണയോടെ RK പുരം DMA കോംപ്ലക്സിൽ രാജ്യവ്യാപകമായി രാജ്യത്തിന് നിറം കൊടുക്കുക എന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു. ദേശീയ പതാക ഉയർത്തലിനുശേഷം പ്രശസ്ത ചിത്രകാരൻ ശ്രീ കണ്ണൻ ആചാരി ചിത്രരചന ഉദ്ഘാടനം ചെയ്തു. എയിമ ദേശീയ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ പരിപാടിയെക്കുറിച്ചും എയിമയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും വിശദീകരിച്ചു. ചടങ്ങിൽ DMA പ്രസിഡന്റ് ശ്രീ K രഘുനാഥ്, എയിമ വൈസ് പ്രസിഡന്റ് പവിത്രൻ കൊയിലാണ്ടി, സെക്രട്ടറി C ജയകുമാർ, ട്രഷറർ P രവീന്ദ്രൻ, വനിതാ വിഭാഗം കൺവീനർ ശ്രീമതി സുജ രാജേന്ദ്രൻ, യൂത്ത് വിംഗ് കൺവീനർ കുമാരി സ്നേഹ ഷാജി, NGC അംഗങ്ങളായ ശ്രീ C ചന്ദ്രൻ, ശ്രീ ടോണി കണ്ണമ്പുഴ ജോണി, എയിമ നിർവാഹക സമിതി അംഗങ്ങൾ, ഡേമയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ശ്രീ പവിത്രൻ കൊയിലാണ്ടിയുടെ നന്ദി പ്രകാശനത്തോടെ പരിപാടികൾ അവസാനിച്ചു. ഓഗസ്റ്റ് 15-ന് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗോവ സ്റ്റേറ്റ് യൂണിറ്റ് കോട്ടാലിം ഗോവയിൽ കല അവർ നേഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു.
ഈ പരിപാടിയിൽ പ്രാദേശിക കലാകാരന്മാരും കുട്ടികളും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന സൃഷ്ടികൾ പ്രദർശിപ്പിച്ചു. ചിത്രകല, സംഗീതം, നൃത്തം എന്നിവയിലൂടെ അവരുടെ രചനകൾ പങ്കെടുത്തവരെ ആകർഷിച്ചു. പരിപാടിയുടെ അവസാനം പങ്കെടുത്തവർക്ക് മധുരം നൽകി ആഘോഷം പൂർത്തിയാക്കി സ്വാതന്ത്ര്യദിനത്തിന്റെ ഐക്യവും സന്തോഷവും പങ്കുവച്ചു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എയിമ ഗുജറാത്ത് സ്റ്റേറ്റ് യൂണിറ്റ്, കച്ച് മലയാളി വെൽഫെയർ അസോസിയേഷന്റെ സഹകരണത്തോടെ കച്ചിൽ കല അവർ നേഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും രചനകൾ പ്രദർശിപ്പിക്കുകയും പങ്കെടുത്തവർക്കു മധുരം വിതരണവും നടത്തുകയും ചെയ്തു. 78ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹരിയാന യൂണിറ്റ് കല അവർ നേഷൻ എന്ന പരിപാടി MDD ബാലഭവൻ, കർണാലിൽ വിജയകരമായി സംഘടിപ്പിച്ചു. ദേശീയ ഐക്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും മഹത്വം ആലേഖനം ചെയ്യുന്ന ഈ പരിപാടി ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും അവസരമൊരുക്കി. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മിസ് ഇറാം ഹസൻ നിർവഹിച്ചു. കുട്ടികളുടെ കലാപരമായ പ്രകടനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ഏമ വടക്കൻ മേഖല വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, ഏമ ഹരിയാന ചെയർമാൻ PR നാഥ്, രക്ഷാധികാരി N ജയരാജൻ നായർ, സ്റ്റേറ്റ് പ്രസിഡന്റ് മോഹൻ കെ നായർ, വനിതാ വിഭാഗം കൺവീനർ തുളസി നായർ എന്നിവർ കൂടാതെ MDD ബാലഭവന്റെ കുട്ടികളും ദേശസ്നേഹ ഗീതങ്ങളും നൃത്തങ്ങളുമായി ചടങ്ങിനെ മനോഹരമാക്കി. ഈ ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച ദേശസ്നേഹ ഗാനങ്ങളും നൃത്തങ്ങളും രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മഹിമയെ ഉയർത്തി. ഈ ആഘോഷം MDD ബാലഭവനിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകളും ദേശസ്നേഹത്തിന്റെ തീവ്രതയും പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി മാറി. എയിമ ജാർഖണ്ഡ് സ്റ്റേറ്റ് യൂണിറ്റ് സ്വാതന്ത്ര്യദിനത്തിൽ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ കൈരളി സ്കൂളിൽ നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക എന്ന പരിപാടി സംഘടിപ്പിച്ചു. രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് വിദ്യാർത്ഥികളുടെയും നമ്മുടെ അംഗങ്ങളുടെയും ആവേശകരമായ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. വാസുദേവൻ നമ്പൂതിരി, ശശി കാരാട്ട്, AF മരിയദാസ്, ആശാ ബിനു, തുളസീധരൻ പിള്ള, രാജ്ഗോപാൽ, ബാബുരാജ്, VG, പവൻകുമാർ, വിജേഷപ്പികെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യമുയർത്തിക്കാട്ടുന്ന കലാ-സാംസ്കാരിക ആവിഷ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കൊപ്പം ദേശീയ അഭിമാനത്തെ കേന്ദ്രീകരിച്ചുള്ള വിവിധ പരിപാടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. സന്നിഹിതരായ എല്ലാവരിലും ഐക്യം ഊട്ടിയുറപ്പിക്കുകയും ദേശസ്നേഹം വളർത്തുകയും ചെയ്ത ആഘോഷം ഉജ്ജ്വല വിജയമായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള നമ്മുടെ ദേശത്തിന് നിറം പകരാം എന്ന പരിപാടി ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി BEMP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജി ശ്രീമതി റൂബി ജോസ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. എയിമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പൊയിലൂർ, ദേശീയ സെക്രട്ടറി VP സുകുമാരൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ, എയിമ വനിതാ വിഭാഗം ദേശീയ ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലാരി, ട്രഷറർ സായ്റാം ഹരിദാസ്, സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീമതി ദീപലിലി സ്റ്റാൻലി, ITM ദിലീപ് കുമാർ, അനിത ജോയ്സ്, KN ഉമ എന്നിവർ പ്രസംഗം നടത്തി. പരിപാടിയിൽ സെൽവൻ മേലൂർ, രാകേഷ് പുന്നോൽ, A രവീന്ദ്രൻ, സുരേഷ് പാനൂർ, കുമാരി യാമിനി, ശ്രീധരൻ കൂരാറ, ദിലീപ് പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചിത്രക്കൂട്ടായ്മയിൽ പങ്കെടുത്തു. എയിമ മധ്യപ്രദേശ് യുവജന വിഭാഗം, എയിമ യുവജന വിഭാഗം ദേശീയ തലത്തിൽ നടത്തിയ ഓൺലൈൻ പരിപാടികളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. എയിമ മധ്യപ്രദേശ് MP ചാപ്റ്ററിന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് ജോളി കുര്യൻ, സെക്രട്ടറി ശ്രീ P അനിൽ നായർ, NGC അംഗങ്ങളായ ശ്രീ CA അശോകൻ, അഡ്വക്കേറ്റ് ജോളി വർഗീസ് എന്നിവരുടെ സമർത്ഥമായ മാർഗനിർദ്ദേശവും സഹകരണവുമെത്തി. സംസ്ഥാനത്തുടനീളമുള്ള അംഗങ്ങളുടെ സജീവ സാന്നിധ്യം രാജ്യസ്നേഹത്തെ ഉണർത്തി, ഏകത്വത്തിൽ വൈവിധ്യത്തെ ഉദാഹരിച്ച് ഈ പരിപാടിയെ ഓർമ്മിക്കപ്പെടുന്ന നിമിഷമാക്കി. നാഷണൽ യൂത്ത് വിംഗ് സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികളിൽ മാസ്റ്റർ ജോസ് ജോസഫ്, മാസ്റ്റർ ടോം ജോസഫ്, മാസ്റ്റർ ബ്രിയോൺ ജേക്കബ് ബിജു, കുമാരി ബ്രിയാല ആൻ ബിജു, കുമാരി ആതിര ജ്യോതി, ശ്രീമതി അനുചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. എയിമ മഹാരാഷ്ട്രയുടെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് 15-ന് 64 കേരള മഹൽ, ZM സ്ട്രീറ്റ്, ഡോംഗ്രി, മുംബൈയിൽ കളർ അവർ നേഷൻ എന്ന പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചു. വിവിധ എയിമ അംഗ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ നടന്ന ഈ പരിപാടിയിൽ മഹാരാഷ്ട്ര എയിമ പ്രസിഡന്റ് ITA ഖാലിദ്, വർക്കിംഗ് കമ്മിറ്റിയുടെ സൈനുദ്ദീൻ VK, കൊളാബ മലയാളി അസോസിയേഷൻ, കുവത്ത് അറബിക് കോളേജ്, ബമ്രാന ജമാഅത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുവത്ത് അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഡ്രിൽ പരിപാടി സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷത്തെ കൂടുതൽ വർണ്ണമയമാക്കി മാറ്റി. എയിമ മഹാരാഷ്ട്ര ചെയർമാൻ ജ്യോതീന്ദ്രൻ, സെക്രട്ടറി നടരാജൻ, ദേശീയ വൈസ് പ്രസിഡന്റ് ഉപേന്ദ്ര മേനോൻ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് എയിമ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച കളർ അവർ നേഷൻ പരിപാടിയിൽ എയിമ നാഗാലാൻഡ് ഭാഗഭാക്കായി. കേരള സമാജം ദിമാപൂർ ഓഫീസ് കോംപ്ലക്സിൽ 8 മണിക്ക് ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് കളർ അവർ നേഷൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എയിമയുടെ അംഗവും കേരള സമാജം പ്രസിഡന്റുമായ VA ജോസ് നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് സനൽ ജോയ്, NGC ഡെലഗറ്റ് അജിത് കുമാർ, മെമ്പർ CM ജോയ്, കേരള സമാജം സെക്രട്ടറി സജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കളർ അവർ നേഷൻ കാൻവാസിൽ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 40ഓളം ആളുകൾ കളർ അവർ നേഷൻ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരക്കാൻ താൽപര്യത്തോടെ മുന്നോട്ടു വരികയും അവരുടെ ആശയങ്ങൾ കാൻവാസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ പായസം വിതരണം നടത്തുകയുണ്ടായി. കളർ അവർ നേഷൻ പരിപാടി ഒരു വൻ വിജയമാക്കിയ അയിമ നാഗാലാൻഡ് മെമ്പർമാരോടും കേരള സമാജം ഭാരവാഹികളോടും അയിമ നാഗാലാൻഡിനു വേണ്ടി സെക്രട്ടറി റെജി അബ്രാഹം നന്ദി രേഖപ്പെടുത്തി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡിഷ ഘടകം ഭുവനേശ്വറിലെയും കട്ടക്കിലെയും മലയാളി സമൂഹത്തെ ഈ കഴിഞ്ഞ ആഴ്ച 2 സുപ്രധാന പരിപാടികൾക്കായി ഒന്നിച്ചു ചേർത്തു. ആഘോഷങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം അടയാളപ്പെടുത്തുക മാത്രമല്ല, ആവശ്യമുള്ളവർക്ക് കാരുണ്യത്തിന്റെ കൈനീട്ടുകയും ചെയ്തു.
ഓഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക എന്ന പരിപാടി ഭുവനേശ്വറിലെയും കട്ടക്കിലെയും തെരുവുകളെ ദേശസ്നേഹത്തിന്റെ ഊർജ്ജസ്വലമായ ക്യാൻവാസാക്കി മാറ്റി. മലയാളി വംശജരായ കുടുംബങ്ങളും വിദ്യാർത്ഥികളും കുട്ടികളും ഒത്തുചേർന്നു. അവരുടെ മുഖത്ത് ഇന്ത്യൻ പതാകയുടെ നിറങ്ങൾ വരച്ചു. അവരുടെ ആവേശമുയർന്നു. പരമ്പരാഗത പാട്ടുകളും നൃത്തങ്ങളും കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. ഓരോ പ്രകടനവും രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിനും സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള സമർപ്പണമായിരുന്നു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആവേശത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിച്ച സമൂഹത്തിന്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ സന്തോഷകരമായ സ്ഥിരീകരണമായിരുന്നു ഈ രംഗം. എന്നാൽ ആഴ്ചയിലെ പരിപാടികൾ ആഘോഷം മാത്രമായിരുന്നില്ല. സമൂഹം ഒരു ശോചനീയവും എന്നാൽ ആഴത്തിൽ ചലിക്കുന്നതുമായ ഒരു അവസരത്തിനായി ഒത്തുകൂടി. വയനാട്ടിൽ ഈയിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരയായവർക്കായി ഒരു ഐക്യദാർഢ്യ പ്രാർത്ഥന. ഭുവനേശ്വറിന്റെ ശാന്തമായ ഒരു കോണിൽ എയിമ ഒഡീഷയിലെ അംഗങ്ങൾ കേരള കലാസമിതിയിൽ നിന്നുള്ള അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പം മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ നേർന്നു. പരിപാടികളിൽ ദേശീയ യുവജന വിഭാഗം വൈസ് ചെയർമാൻ ബാലചന്ദ്രൻ, KKS സെക്രട്ടറി രാധാകൃഷ്ണൻ, പ്രസിഡന്റ് ചന്ദ്രമോഹനൻ നായർ, മറ്റു അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും പങ്കെടുത്തു. 2024 ഓഗസ്റ്റ് 15 ലുധിയാനയിലെ ഫോക്കൽ പോയിന്റിലെ FCI ഗോഡൌണിന് സമീപമുള്ള ജമാൽപൂരിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 വരെ എയിമ പഞ്ചാബിന്റെ കളർ ദി നേഷൻ പ്രോഗ്രാം വിജയകരമായി അരങ്ങേറി. സംസ്ഥാന പ്രസിഡന്റ് സോമൻ ബാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ദ്രുതകർമ്മ വിഭാഗം സെക്രട്ടറി അലക്സ് പി സുനിൽ, ട്രഷറർ വർഗീസ് വെള്ളയിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN രാമൻ, വനിതാ വിഭാഗം കൺവീനർ ശ്രീമതി സ്മിത സുനിൽ, അംഗങ്ങളായ ജയകുമാർ, അനിൽ, സുരേഷ്, പ്രസന്നൻ തുടങ്ങി തദ്ദേശീയരടക്കം 100ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെ പരിപാടികൾ സമാപിച്ചു. എയിമ രാജസ്ഥാൻ യൂണിറ്റ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഒന്നിലധികം ജില്ലകളിൽ കല അവർ നേഷൻ എന്ന ദേശീയ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു. എയിമ രാജസ്ഥാൻ ജോയിന്റ് സെക്രട്ടറി രതീഷ് ഭാസ്കരന്റെ നേതൃത്വത്തിൽ ഭരത്പൂരിൽ പങ്കെടുത്ത എല്ലാവർക്കും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ എയിമ രാജസ്ഥാൻ യൂണിറ്റ് രാജസ്ഥാനിലെ ബിവാഡിയിൽ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജിന്റെ വ്യവസായ സ്ഥാപനമായ വെസ്റ്റേൺ കൺട്രോൾ ഓട്ടോമേഷനിൽ പതാക ഉയർത്തൽ ചടങ്ങോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് 100ലധികം ആളുകൾക്ക് മധുരപലഹാരങ്ങളും ഭക്ഷണവും വിതരണം ചെയ്തു. എയിമ ദേശീയ ജനറൽ സെക്രട്ടറി KR മനോജ്, രാജസ്ഥാൻ പ്രസിഡന്റ് A ഗോപിനാഥ്, വനിതാ വിഭാഗം കൺവീനർ പ്രശോഭ രാജൻ, യൂത്ത് വിംഗ് കൺവീനർ അനൂപ് ഗോപിനാഥ് എന്നിവർ സ്വാതന്ത്ര്യ ആശംസകൾ പങ്കുവച്ചു. നിർവാഹക സമിതി അംഗം പുഷ്പരാജൻ, അംഗങ്ങളായ അഖിൽനാഥ്, അഭിജിത്ത്, നിതിൻ തുടങ്ങിയവരും ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ദേശസ്നേഹവും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനബോധവും നിറഞ്ഞതായിരുന്നു പരിപാടി. എയിമ തമിഴ്നാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷവും കളർ അവർ നേഷൻ എന്ന ദേശീയ പരിപാടിയും ഊർജ്ജസ്വലവും വർണ്ണാഭവുമായി നടത്തി. നമ്മുടെ രാഷ്ട്രത്തിന് നിറം കൊടുക്കുക എന്ന പരിപാടി യഥാർത്ഥത്തിൽ നിറങ്ങളുടെ മഴവില്ല് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രതീതി ഉളവാക്കി. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാടി സ്കൂളിലെ LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള 70 വിദ്യാർത്ഥികൾക്ക് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ ബാഗുകൾ സമ്മാനിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പാടി കൗൺസിലർ ഡോക്ടർ പൂർണിമയും എയിമ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദനും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെക്രട്ടറി രാജൻ സാമുവൽ, ട്രഷറർ മാധവൻ, പ്രോജക്ട് ചെയർമാൻ സജി വർഗീസ്, വൈസ് പ്രസിഡന്റ് അശോകൻ, വൈസ് ചെയർമാൻ ഷിബു ജോസഫ്, വനിതാ വിഭാഗം കൺവീനർ ശ്രീശൈലി AU, വനിതാ വിഭാഗം സെക്രട്ടറി ലതാ കൃഷ്ണകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് ബാഗുകൾ വിതരണം ചെയ്തു. നിർവാഹക സമിതി അംഗങ്ങളായ ഉണ്ണി പെരുന്നേരി, S പ്രമോദ്, ഷീജ മനോജ്, ഷീജ വിക്രമൻ, അംഗങ്ങളായ പ്രമോദ്, വത്സല പത്മകുമാർ, സിന്ധു രമേശ്, ഷാലി ബിജു, സബിത, ദിലീപ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ രാഷ്ട്രത്തിന് നിറം കൊടുക്കുക എന്ന പരിപാടി ഫാദർ സോജ് തോമസ് ചിത്രം വരച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ചു. എയിമ ഭാരവാഹികളും കുട്ടികളും ചിത്രരചനയിൽ പങ്കെടുത്തു. കുമാരി അഞ്ജലി DS, പ്രണവ്, ദിനേന്ദ്രൻ, S പ്രമോദ് എന്നിവർ ചിത്രരചന പരിപാടി ഏകോപിപ്പിച്ചു. എയിമ ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78ാം സ്വാതന്ത്ര്യദിനം ഉത്തർപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സാമൂഹിക ക്ഷേമ പരിപാടികളോടെ ആഘോഷിച്ചു. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ആഗ്ര, ഝാൻസി എന്നിവിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തൽ, വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടന്നു. എയിമ ദേശീയ നേതൃത്വം ആവിഷ്കരിച്ച നമ്മുടെ രാഷ്ട്രത്തിന് നിറം നൽകുക എന്ന പരിപാടിയും ആഘോഷിക്കപ്പെട്ടു. ഗ്രേറ്റർ നോയിഡ ദാദ്രിയിൽ KCS ഗേൾസ് ഇന്റർ കോളേജിൽ 2 സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു. കൂടാതെ നോയിഡയിലുള്ള മഹാമായ ഇന്റർ കോളേജിലും ഓരോ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. KCS ഗേൾസ് ഇന്റർ കോളേജിൽ നടന്ന കളർ അവർ നേഷൻ പരിപാടിയിൽ 100ലേറെ കുട്ടികൾ പങ്കെടുത്തു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുരപലഹാരങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്തു. കളർ അവർ നേഷൻ ചിത്രരചനാ പരിപാടിയിൽ പങ്കെടുത്ത KCS ഗേൾസ് ഇന്റർ കോളേജിലെ 100ലധികം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. അഡീഷണൽ ദേശീയ ജനറൽ സെക്രട്ടറി ജയരാജ് നായർ, സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് നായർ, സെക്രട്ടറി KET മഹാശയൻ, വനിതാ വിഭാഗം കൺവീനർ ദീപ്തി നായർ, ട്രഷറർ മനോജ് കുമാർ നായർ, NGC അംഗം മനോജ് നായർ, വൈസ് പ്രസിഡന്റ്മാരായ പത്തിയൂർ രവി, ബിനു തോമസ്, ജോയിന്റ് ട്രഷറർ ബിജു തങ്കപ്പൻ, ഇന്റേണൽ ഓഡിറ്റർ രാമദാസ് പൂക്കോട്ട്, ജെയിംസ് ഗബ്രിയേൽ, മറ്റു അംഗങ്ങളും ചേർന്ന് പരിപാടികൾ ഏകോപിപ്പിച്ചു. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. രാജ്യത്തുടനീളം ദേശസ്നേഹവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന, ഐക്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും മനോഭാവം വളർത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് എയിമയുടെ യുവാക്കൾ വിവിധങ്ങളായ സ്വാതന്ത്ര്യദിന പരിപാടികൾ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി.
ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ യുവജന വിഭാഗം 2024 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് റൈസ് ടുഗദർ എയ്മ യൂത്ത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന പേരിൽ ഒരു പ്രത്യേക ഓൺലൈൻ പരിപാടിയോടെയാണ്. ഓഗസ്റ്റ് 15 നടന്ന ഈ പരിപാടി ഇന്ത്യൻ യുവാക്കളെ സ്വാതന്ത്ര്യത്തിൽ ഐക്യത്തോടെ നാളേക്ക് ശാക്തീകരിക്കുന്നു എന്ന പ്രമേയത്തിന് കീഴിലാക്കി. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് പ്രചോദനാത്മകമായ മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ പ്രസംഗം യുവാക്കളെ പുതിയ നേതൃപരമായ റോളുകൾ സ്വീകരിക്കാനും രാജ്യത്തിന്റെ മികവും ഐക്യവും ഉയർത്തിപ്പിടിക്കാനും പ്രേരിപ്പിച്ചു. എയ്മ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവജന വിഭാഗം ചെയർപേഴ്സൺ കല്യാണി സുരേഷ് സ്വാഗതവും പറഞ്ഞു. എയ്മ ദേശീയ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ പ്രസംഗത്തെ തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ എയ്മ യുവാക്കളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ പ്രകടമാക്കി. പങ്കെടുത്തവർക്ക് അവരുടെ സംഭാവനകളെ മാനിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. ഭാരതത്തിന്റെ ഊർജ്ജസ്വലവും പുരോഗമനപരവുമായ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ പ്രധാന പങ്ക് എടുത്തുകാണിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഐക്യപ്പെട്ട് നാളത്തെ ശാക്തീകരണം എന്ന പ്രമേയം മനോഹരമായി ഉൾക്കൊള്ളുന്നതായിരുന്നു പരിപാടി. യുവജന വിഭാഗം വൈസ് ചെയർമാൻ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാന യൂണിറ്റുകൾ ചേർന്ന് പരിപാടികൾ ഏകോപിപ്പിച്ചു. എയ്മ തെലങ്കാന പൊതുതിരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയായി. നൂതനമായ തന്ത്രങ്ങളിലൂടെയും ശക്തിപ്പെടുത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും സംഘടനയെ മുന്നോട്ട് നയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നവോന്മേഷത്തോടെയും വീക്ഷണത്തോടെയും ഒരു പുതിയ അധ്യായം ആരംഭിച്ച എയ്മ തെലങ്കാനയിൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി അറിയാം. ഓഗസ്റ്റ് 15 എയ്മ തെലങ്കാന യൂണിറ്റ് അതിന്റെ തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി. എയ്മ തെലങ്കാനയുടെ വാർഷിക തിരഞ്ഞെടുപ്പ് 2024 മെയ് 5 ആദ്യം നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2024 ജൂലൈ 6-7 തീയതികളിൽ ഹൈദരാബാദിൽ നടന്ന ദേശീയ ജനറൽ കൗൺസിൽ യോഗത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. CT മുരളീധരൻ തിരഞ്ഞെടുപ്പ് ഓഫീസറായും ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ബിനു ദിവാകരൻ കേന്ദ്ര നിരീക്ഷകനായും മേൽനോട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. എയ്മ തെലങ്കാന അംഗങ്ങളുടെ കഴിവും വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികൾ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. PVK രാമൻ പ്രസിഡന്റായും ഷേർലി മോളി വൈസ് പ്രസിഡന്റായും VAK ഉണ്ണിമേനോൻ ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാരായി സിനീബ വിനോദ്, സുജ പവിത്രൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. BCR നായരും KV ദേവരാജനും NGC പ്രതിനിധികളായി യൂണിറ്റിനെ പ്രതിനിധീകരിക്കും. ഇTV വർഗീസ് ട്രഷററായും വിനോദ് മാത്യു ജോയിന്റ് ട്രഷററായും നിയമിതനായി. രജിത VP വനിതാ വിഭാഗം കൺവീനറായി. വിഘ്നേഷ് വിശാലൻ യൂത്ത് വിങ്ങിനെ നയിക്കും. നിർവാഹക സമിതി അംഗങ്ങളായി S രാമചന്ദ്രൻ നായർ, അനിൽ നായർ, KB ബാബുമോൻ, MK ബാബു, ദീപക് ദിവാകരൻ, ജോർജ് വർക്കി, ഹേമ രവികുമാർ, ജയേഷകുമാർ, ലോറൻസ് പൗലോസ്, PV മുരളീധരൻ, പ്രകാശ് V, വിജയകുമാർ മേനോൻ, K വിജയകുമാർ, P വിനോദ് കുമാർ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ അംഗങ്ങൾ അർപ്പണബോധത്തോടും പ്രതിബദ്ധതയോടും കൂടി തെലങ്കാന യൂണിറ്റിനെ നയിക്കാൻ തയ്യാറായി ഫലപ്രദമായ സേവനവും അതത് റോളുകളിൽ പുരോഗതിയും ഉറപ്പാക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും എയ്മ ന്യൂസിന്റെ ആശംസകൾ. എയ്മ ഒഡീഷയിലെ വനിതാ വിഭാഗവും യുവജന വിഭാഗവും സംയുക്തമായി ജീവൻ രക്ഷാ രക്തദാന ക്യാമ്പ് നടത്തി. വിജയകരമായ ഒരു രക്തദാന ക്യാമ്പിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആവേശകരമായ പങ്കാളിത്തം കണ്ടു. പ്രാദേശിക ആരോഗ്യ സേവനങ്ങളിൽ ഗണ്യമായ സംഭാവന നൽകാനും ജീവൻ രക്ഷിക്കാനുള്ള സംരംഭങ്ങളോടുള്ള എയ്മയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. കൂടുതൽ വാർത്തകളിലേക്ക്. എയ്മ ഒഡീഷയുടെ വനിതാ വിഭാഗവും യുവജന വിഭാഗവും സംയുക്തമായി 2024 ഓഗസ്റ്റ് 11 രാവിലെ പകൽ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ ഭുവനേശ്വറിലെ കേരള കലാസമിതി ഹാളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും പ്രാദേശിക ആശുപത്രികളിലും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലും രക്തത്തിന്റെ നിർണായക ആവശ്യം പരിഹരിക്കാനും ഈ അവശ്യ പരിപാടി ലക്ഷ്യമിടുന്നു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഭുവനേശ്വർ മേയർ ശ്രീമതി സുലോചന ദാസിന്റെ സാന്നിധ്യം ക്യാമ്പിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. അവരുടെ പങ്കാളിത്തം സമൂഹത്തിന്റെ ഇടപെടലിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ക്യാമ്പിൽ വ്യാപകമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പരിപാടിയിൽ ഗണ്യമായ ജനപങ്കാളിത്തമുണ്ടായി. നിരവധി പ്രദേശവാസികൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരികയും അതുവഴി സമൂഹത്തിന്റെ ക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്തു. പിന്തുണ സമാഹരിക്കുകയും അവബോധം വളർത്തുകയും ചെയ്തുകൊണ്ട് രക്തവിതരണത്തിന്റെ നിരന്തരമായ ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്നതിൽ ക്യാമ്പ് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുകയും സാമൂഹിക ഉത്തരവാദിത്തത്തോടും പൊതുജനാരോഗ്യത്തോടുമുള്ള കൂട്ടായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്ന സംരംഭം സംസ്ഥാനങ്ങളിലുടനീളം ജീവിതത്തെ സ്പർശിച്ചു മുന്നോട്ടു നീങ്ങുന്നു. ജാർഖണ്ഡ്, കർണാടക, കേരള യൂണിറ്റുകളിൽ നിന്നുള്ള സജീവമായ പങ്കാളിത്തം ഈ ആഴ്ചയിൽ ഈ സംരംഭത്തിൽ കണ്ടു. അവശ്യ ഭക്ഷ്യവിതരണങ്ങളും അവശതയില്ലാത്തവർക്ക് പ്രതീക്ഷയും എത്തിച്ചു. വിശപ്പ് ലഘൂകരിക്കാനുള്ള എയ്മയുടെ സമർപ്പണത്തെ എടുത്തുകാണിച്ചു. വാർത്തകൾ വിശദമായി. 2024 ഓഗസ്റ്റ് 10 ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ വൃദ്ധസദനമായ ബാബ ബൈദ്യനാഥ് ജൻ സേവാ സമിതിയിൽ എയ്മ ജാർഖണ്ഡ് ആവശ്യമുള്ളവർക്കുള്ള ഭക്ഷണം എന്ന പരിപാടി സംഘടിപ്പിച്ചു. അവശ്യ ഭക്ഷണ സാധനങ്ങൾ നൽകിക്കൊണ്ട് പ്രായമായ താമസക്കാർക്കിടയിലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ പരിഹരിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. സന്നദ്ധപ്രവർത്തകരും പ്രാദേശിക പങ്കാളികളും സജീവമായി പങ്കെടുത്തു. സാമൂഹിക ക്ഷേമത്തിനും ദുർബലരായ ജനങ്ങൾക്കുള്ള പിന്തുണയ്ക്കും എയ്മയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നു. വിശപ്പിനെതിരെ പോരാടാനും ആവശ്യമുള്ളവരെ പിന്തുണയ്ക്കാനുമുള്ള എയ്മയുടെ വിശാലമായ ദേശീയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ പരിപാടി. 2024 ഓഗസ്റ്റ് 12 ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി എയ്മ കേരള കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് 300-ലധികം ആളുകൾക്കും താലൂക്ക് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്കും ഭക്ഷണം വിതരണം ചെയ്തു.
പരിപാടിയിൽ എയിമ സംസ്ഥാന പ്രസിഡന്റ് എ കെ പ്രശാന്ത്, ദേശീയ സെക്രട്ടറി വി പി സുകുമാരൻ, ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ അനിത പാലാരി, സേതുമാധവ പണിക്കർ, യനീഷ്, ഗീത സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ആവശ്യമുള്ളവർക്ക് അവശ്യ പോഷണം നൽകാനും വിശപ്പിനെ അഭിസംബോധന ചെയ്യുന്നതിൽ സമൂഹത്തിന്റെ പിന്തുണയുടെ പ്രാധാന്യം എടുത്തുകാണിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. പ്രദേശവാസികൾക്കും ആശുപത്രി രോഗികൾക്കും അവർക്കാവശ്യമായ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഭക്ഷണ വിതരണം കാര്യക്ഷമമായി നടത്തി. എയിമ കേരള ടീമിന്റെ വലിയ പങ്കാളിത്തം സാമൂഹിക ക്ഷേമത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്കും മാനുഷിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പരിപാടിയുടെ വിജയത്തിനും അടിവരയിടുന്നു. 2024 ഓഗസ്റ്റ് 11 എയിമ കർണാടക ബാംഗ്ലൂരിലെ ജീവിതാശ്രമത്തിൽ ആവശ്യമുള്ളവർക്കുള്ള ഭക്ഷണം എന്ന സംരംഭം വിജയകരമായി സംഘടിപ്പിച്ചു. ഈ പരിപാടി ദുർബലരായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകി ഭക്ഷ്യ അരക്ഷിതാവസ്ഥ പരിഹരിക്കുകയും പ്രതീക്ഷയും പരിചരണവും നൽകുകയും ചെയ്തു. എയിമ കർണാടകയിലെ സന്നദ്ധപ്രവർത്തകരും പ്രാദേശിക പങ്കാളികളും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഒത്തുചേർന്നു സമൂഹക്ഷേമത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രകടമാക്കുകയും പട്ടിണിയെ നേരിടാനുള്ള എയിമയുടെ രാജ്യവ്യാപക ദൗത്യം ശക്തിപ്പെടുത്തുകയുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്ന് എയിമ കർണാടക സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. എയിമ പശ്ചിമ ബംഗാൾ വനിതാ വിഭാഗത്തിന്റെ കർക്കിടക കഞ്ഞിമേള ആരോഗ്യവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിച്ചു. പരമ്പരാഗത പ്രതിവിധികളിലൂടെയുള്ള ആരോഗ്യത്തിന്റെ ആഘോഷമായ കർക്കിടക കഞ്ഞിമേള ശ്രദ്ധേയമായ സാമൂഹിക ഇടപെടൽ ആകർഷിച്ചു. ഊർജ്ജസ്വലമായ ഈ പരിപാടിയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ആരോഗ്യ ആനുകൂല്യങ്ങൾ സമന്വയിപ്പിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. 2024 ഓഗസ്റ്റ് 10 എയിമ പശ്ചിമ ബംഗാളിലെ വനിതാ വിഭാഗം കൽക്കട്ടയിൽ കർക്കിടക കഞ്ഞിമേള സംഘടിപ്പിച്ചു. ചടങ്ങിൽ പരമ്പരാഗത ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കർക്കിടക കഞ്ഞി, അതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഡോക്ടർ പാർവതി എസ് അവതരിപ്പിച്ചു. പരിപാടിയിൽ കർക്കിടക കഞ്ഞി കിറ്റ് വിതരണം ചടങ്ങിന്റെ പ്രത്യേകതയായി. ഈ സംരംഭം ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പരമ്പരാഗത ആയുർവേദ രീതികൾ സ്വീകരിച്ച് സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ മേളയുടെ വിജയകരമായ നടത്തിപ്പ് സമൂഹത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത പ്രകടമാക്കി. എയിമ ഗോവയുടെ മയക്കുമരുന്ന് വിരുദ്ധ കാമ്പയിൻ ലഹരിവസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ വർദ്ധിച്ചുവരുന്ന വിപത്തിനെ അഭിസംബോധന ചെയ്യുന്നതിലും തടയുന്നതിലും എയിമ ഗോവയുടെ സജീവമായ നിലപാട് പ്രകടമാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ആസക്തിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധിക്കുകയും ചെയ്തു. വാർത്തകൾ വിശദമായി അറിയാം. 2024 ഓഗസ്റ്റ് 12 മയക്കുമരുന്ന് ദുരുപയോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മയക്കുമരുന്ന് രഹിത സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എയിമ ഗോവ സ്റ്റേറ്റ് യൂണിറ്റ് ഗോവയിൽ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ശ്രീ അലോക് കുമാർ IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂടാതെ NIT ഗോവ ഡയറക്ടർ ശ്രീ ജയ്സ്വാൾ, എയിമ ഗോവ ഭാരവാഹികളും പങ്കെടുത്തു. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ, പ്രത്യേകിച്ച് യുവാക്കളെ, ബോധവൽക്കരിക്കുകയും ശാക്തീകരിക്കുകയും ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആസൂത്രണം ചെയ്തത്. എയിമ ഗോവയുടെ സംരംഭം ആരോഗ്യകരമായ മയക്കുമരുന്ന് രഹിത സമൂഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത അടിവരയിടുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ ഇരകളായവരെ ആദരിക്കുന്നതിനായി കൊൽക്കത്തയിൽ ദീപങ്ങൾ കൊളുത്തി അനുശോചന യോഗം നടത്തി. എയിമ പശ്ചിമ ബംഗാൾ യൂണിറ്റ് ഐക്യദാർഢ്യത്തിന്റെയും പിന്തുണയുടെയും ഉജ്ജ്വലമായ ആംഗ്യമായി വിളക്കുകൾ തെളിയിച്ചത് വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള എയിമ പശ്ചിമ ബംഗാളിന്റെ പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തുന്നു. വാർത്തകൾ വിശദമായി. 2024 ഓഗസ്റ്റ് 7 എയിമ പശ്ചിമ ബംഗാൾ സ്റ്റേറ്റ് യൂണിറ്റ് വയനാട് ഉരുൾപൊട്ടലിൽ ഇരകളായവരെ ആദരിക്കുന്നതിനായി കൊൽക്കത്തയിൽ ദീപങ്ങൾ കൊളുത്തി അനുശോചന യോഗം നടത്തി. ദുരന്തത്തിൽ അകപ്പെട്ടവരോട് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പരിപാടിയിൽ സമൂഹാംഗങ്ങൾ ഒത്തുകൂടി. ഈ ദുഷ്കരമായ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനുള്ള എയിമയുടെ പ്രതിബദ്ധതയ്ക്ക് ഈ ഒത്തുചേരൽ അടിവരയിടുന്നു. ഇത് അവരോടുള്ള അനുശോചനം അറിയിക്കുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കൂട്ടായ ശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്നു. എയിമയുടെ അംഗസംഘടനയായ കഡ്നി മലയാള സമാജത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ യജ്ഞം സുസ്ഥിരതയും പാരിസ്ഥിതിക ഉത്തരവാദിത്തവും പ്രോത്സാഹിപ്പിക്കുന്ന വിജയകരമായ വൃക്ഷത്തൈ നടീൽ യജ്ഞത്തിലൂടെ എയിമ കഡ്നി യൂണിറ്റിന്റെ ഒരു ഹരിത സംരംഭം പരിസ്ഥിതി അവബോധത്തിലും സാമൂഹിക ഇടപെടലിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. 2024 ഓഗസ്റ്റ് 12 എയിമയുടെ അംഗസംഘടനയായ കഡ്നി മലയാളം സമാജം മധ്യപ്രദേശിലെ കഡ്നിയിലുള്ള ജാഗൃതി പാർക്കിൽ വൃക്ഷത്തൈ നടീൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രദേശങ്ങളിൽ ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും പ്രകൃതി വിഭവങ്ങൾ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുന്ന പരിപാടിയിൽ അംഗങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തം കണ്ടു. എയിമ ഗോവ യൂണിറ്റ് വനിതാ വിഭാഗം മീറ്റിംഗ് നടത്തി. എയിമ ഗോവ യൂണിറ്റിന്റെ വനിതാ വിഭാഗം അതിന്റെ വരുന്ന സംരംഭങ്ങളെ സംബന്ധിച്ച് സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു നിർണായക യോഗം നടത്തി. 20ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ ഭാവി പരിപാടികൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിലെ സജീവമായ ഇടപെടലും അർപ്പണബോധവും എടുത്തുകാട്ടി. വാർത്തകൾ വിശദമായി അറിയാം. 2024 ഓഗസ്റ്റ് 15 എയിമ ഗോവ യൂണിറ്റ് അതിന്റെ വനിതാ വിഭാഗം യോഗം നടത്തി.
വനിതാ വിങ്ങിനെയും അതിന്റെ സംരംഭങ്ങളെയും കുറിച്ചുള്ള സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു. 20ഓളം പേർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായിരുന്നു യോഗത്തിന്റെ പ്രധാന വിഷയം. അംഗങ്ങൾ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖിതരായ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കൂടാതെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിളക്കുകൾ തെളിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഗാനം ആലപിച്ചു. ഇത് സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള അവരുടെ കൂട്ടായ പ്രതീക്ഷയെ പ്രതീകപ്പെടുത്തുന്നു. ഈ പരിപാടി സാമൂഹിക പിന്തുണയോടും സാംസ്കാരിക പാരമ്പര്യങ്ങളോടുമുള്ള ഗോവ വനിതാ വിഭാഗത്തിന് പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും അംഗങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെയും സഹാനുഭൂതിയുടെയും മനോഭാവം വളർത്തുകയും ചെയ്തു. ഏമ ന്യൂസിന്റെ ഇന്നത്തെ എഡിഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ ആഴ്ചയിലെ വാർത്തകൾ വിജ്ഞാനപ്രദവും പ്രചോദനകരവുമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.